തലസ്ഥാനത്തെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായ വേളി ടൂറിസ്റ്റ് വില്ലേജ്. വേളിയിലെത്തിയാൽ ടൂറിസ്റ്റുകൾ ആദ്യം അന്വേഷിക്കുന്നത് ബോട്ട് സവാരിയാണ്. ഇവിടെ ബോട്ട് ക്ലബിൻ്റെ അനാസ്ഥയെക്കുറിച്ച് ചോദിച്ചറിയാം. ഒരു വർഷവുമായിട്ടില്ല, ഒരു മാസത്തിൽ കൂടുതലായി. അത് നമ്മൾ ഇറിഗേഷൻ വകുപ്പിൽ കത്ത് കൊടുത്തിട്ടുണ്ട്, KPDC കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. KPDCയുടെ അന്നത്തുള്ള മാഡത്തിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മളുടെ ടൂറിസം വകുപ്പിൽ ഇറിഗേഷൻ വകുപ്പിൽ കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇറിഗേഷൻ വകുപ്പാണ് ഇത് ചെയ്യേണ്ടത്, കുളവാഴ മാറ്റുന്നത്. അപ്പം അവർ പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഈ മഴ പെയ്ത് പൊഴി മുറിഞ്ഞാൽ മാത്രമേ ഇത് മാറ്റാൻ പറ്റുള്ളൂ. മാറ്റാൻ പറ്റുള്ളൂ. അത് തനിയെ ഒഴുകി പോകും കുളവാഴ. എവിടെ നിന്നാണ് വരുന്നത്? സ്ഥലം തിരുവനന്തപുരത്താണോ? തിരുവനന്തപുരത്താണ്. ഇതിപ്പം പ്രസിദ്ധമായ ജില്ലയിലെ പ്രസിദ്ധമായ വേളി ടൂറിസ്റ്റ് വില്ലേജ്. ഇവിടെ ഈ ബോട്ടിംഗ് സവാരി കേന്ദ്രത്തിലാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത്. ശരിക്കും ബോട്ടിങ്ങിന് വന്നതാണ്. ബോട്ടിങ്ങിന് വന്നതാണ്. ഇവിടെ ഇപ്പോൾ ബോട്ടിംഗ് നിലച്ചിട്ട് ഒരു മാസക്കാലമായി എന്നാണ് ഇവിടെ പറഞ്ഞു കേട്ടത്. ഇവിടെ മൊത്തം കുളവാഴ കയറി ഈ ബോട്ടെല്ലാം നശിക്കുന്ന അവസ്ഥയിലാണ് കിടക്കുന്നത്. ഇത് ആരെങ്കിലും അന്വേഷിച്ചായിരുന്നു അതിനെക്കുറിച്ച്? ആരും ഇതുവരെ അന്വേഷിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ഇവിടെ ബോട്ടിങ്ങിനായിട്ടാണ് വരുന്നത്. അപ്പോഴേക്കും ബോട്ടിംഗ് സൗകര്യമൊന്നും നമുക്ക് കിട്ടുന്നില്ല. ബോട്ടിംഗ് ഇല്ല, ഇപ്പം നിർത്തി വെച്ചേക്കാണ്. ബോട്ടിംഗ് നിർത്തലാക്കി വെച്ചേക്കാം. ബോട്ടിംഗ് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ആളും കുറവാണ്. ശരിക്കും വേളിയിൽ ആദ്യം ആൾക്കാർ വരുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് വേളിയിൽ വന്നു കഴിഞ്ഞാൽ ബോട്ടിംഗ് സവാരിയാണ്. അതിനാണ് ആൾക്കാർ കൂടുതൽ വരുന്നത്. ആൾക്കാർ കുറേയാണ് ബോട്ടിംഗ് ഇല്ലാത്തതുകൊണ്ട്. ഇതിനെ ശരിക്കും അവിടെ അന്വേഷിച്ചോ? ഇതിന് എന്താണ് ബോട്ടിംഗ് നിർത്തി വെച്ചിരിക്കുന്നതെന്നെല്ലാം ചോദിച്ചോ? ഇവിടെ കൗണ്ടർ അടച്ചിട്ടിരിക്കുകയാണല്ലേ? ആളില്ല, ചോദിക്കാനും പറ്റൂല. ചോദിക്കാനും ആളില്ല ഇവിടെ. ചോദിക്കാൻ ആളില്ല. ആ ഒരവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ ഇത് സർക്കാരിന് വലിയ നഷ്ടമല്ലേ? കാര്യം ഈ വെക്കേഷൻ കാലത്ത് നൂറുകണക്കിന് പേര് വന്നിങ്ങനെ പോകുന്നപ്പോൾ ഈ ഒതുക്കിയിട്ടിരിക്കുന്ന ബോട്ടുകളെല്ലാം പ്രവർത്തിച്ചു തുടങ്ങിയാൽ ലക്ഷക്കണക്കിന് രൂപ വരുമാനം വരാനുള്ള സാധ്യത ഉള്ളതിനെല്ലാം ഇങ്ങനെ നിർത്തി വെച്ചേക്കുന്നത്. അങ്ങനെ നിർത്തി വെച്ചൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ എല്ലാം കുളവാഴയും കയറി നശിച്ചടക്കുകയാണ്. ടൂറിസം കേന്ദ്രം അത്രയും നശിച്ചു പോവുകയാണ്. അപ്പോൾ സർക്കാരിന് ശ്രദ്ധയില്ല അതിനകത്ത്. സർക്കാരിന് ശ്രദ്ധയില്ലെന്ന് വേണോ പറയാൻ. വേറെന്തെങ്കിലും പറയണ്ട ഇതിനെക്കുറിച്ച്, ബോട്ടിങ്ങിനെ കുറിച്ച്? എത്രയും പെട്ടെന്ന് ഇതൊക്കെ തുടങ്ങണം. എന്നാലേ ആൾക്കാരും വരുള്ളൂ. അപ്പം നിങ്ങൾ രാവിലെ ബോട്ടിങ്ങിന് വന്നതാണ്? ബോട്ടിങ്ങിന് വന്നതാണ്. വന്നപ്പോൾ ഇല്ല, ബോട്ടിംഗ് ഇല്ല, കൗണ്ടർ അടച്ചിട്ടില്ല. ഒരുപാട് കുടുംബങ്ങൾ വന്നിട്ട് തിരിച്ചു പോയെന്നാണ് പറഞ്ഞത്. ഒരുപാട് പേര് തിരിച്ചു പോകുന്നുണ്ട്. കൂടുതൽ പേരും ബോട്ടിങ്ങിനായിട്ടാണ് വരുന്നത്. അപ്പോഴേക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു പ്രതിസന്ധി നേരിടേണ്ടി വരുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാണ്. മറ്റുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് പോകും.
മറ്റുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ചാണ് പോകുന്നത് ആൾക്കാർ. എവിടുന്നാ വരുന്നേ? കൊല്ലത്തുനിന്ന്. വേളിയിൽ വന്നപ്പോൾ എന്തോ ഒന്നു ഭയങ്കര വിഷമമാണ്. നമ്മൾ ഇത്രയും ദൂരം ഇവിടെ വരെ വന്നിട്ട് ബോട്ടിംഗ് ഇല്ല. ഈ ടൂറ് ഇപ്പം വെക്കേഷൻ ഒക്കെ അല്ലേ, സോ ഇവിടെ ബോട്ടിംഗ് ഒന്നും നിർത്തി വെച്ചിരിക്കുകയാണ് അവിടെ. ബോട്ടിംഗ് നിർത്തി. നമ്മളിത് അറിയുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസ് ആയിട്ടെല്ലാം കൊടുക്കണമായിരുന്നു. നേരത്തെ അറിയിക്കണമായിരുന്നു. ഇപ്പൊ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട് ഇവിടെ ബോട്ടിംഗ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര നിരാശയാണ്. ഇതിനെ കുറിച്ച് അന്വേഷിച്ചായിരുന്നു ബോട്ടിംഗ് എന്താണ് ഇല്ലാത്തതെന്ന്? ഇല്ല നമ്മൾ ഇവിടെ നേരെ ഡയറക്റ്റ് വരാം. ഇതിനെ കുറിച്ച് ന്യൂസ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ നേരെ വരും. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് കൗണ്ടർ അടച്ചിട്ടേക്കുക, ബോട്ടിംഗ് ഇല്ല, ഒന്നുമില്ല. എന്താണ് കാരണം അന്വേഷിച്ചില്ലേ? ഇല്ല നേരെ ബോട്ടിംഗ് ഇല്ലാത്തതിൽ നിരാശയുണ്ട്. വെക്കേഷൻ ഒക്കെ അല്ലേ, എല്ലാവരുമായിട്ട് ഇവിടെ വരുമ്പോ എൻജോയ് ആയിട്ട് ഇവിടെ വരുമ്പോ. പ്രത്യേകിച്ച് ഈ 2 മാസക്കാലം ഒത്തിരി തിരക്കുള്ള ഒരു സ്ഥലമാണ്. വേളിയിൽ നിന്ന് വരുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് വേളിയിലെ ബോട്ടിംഗ് ആണ്. ആ ബോട്ടിംഗ് ഇല്ലാത്തതിന്റെ ഒരു വിഷമം പങ്കുവയ്ക്കുകയാണ്. എല്ലാവർക്കും അങ്ങനെയാണോ? എല്ലാവർക്കും വിഷമം. എല്ലാവർക്കും. എത്ര പേരുണ്ട് നിങ്ങൾ വന്നതിൽ? 45 പേര്. 45 പേരുണ്ട്. അപ്പൊ 45 പേര് ഇവിടെ വന്ന് ഈ ബോട്ടിൽ കയറിയെങ്കിലേ സർക്കാരിന് എന്തുമാത്രം പണം കിട്ടുമായിരുന്നു? അതെ അവരിപ്പം അവർക്ക് സർക്കാരിന് നഷ്ടം അല്ലേ? ഈ സർക്കാർ നമ്മുടെ സ്ഥലത്തൊക്കെ ഇത്തരം ടൂറിസം കേന്ദ്രങ്ങളിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്താത്തത് കൊണ്ടല്ലേ നമ്മളൊക്കെ തമിഴ്നാട് മറ്റു സ്ഥലത്തൊക്കെ പോകുന്നത്? ശരിക്കും പറഞ്ഞാൽ സർക്കാരില്ല, നഷ്ടം സർക്കാരിനല്ലേ? സർക്കാർ എന്തെങ്കിലും ചെയ്യണം. അവർക്ക് ഇതിനു മുമ്പ് ഈ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം എല്ലാവരും വരെയും ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും നിരാശ മാത്രമേ ഉള്ളൂ. ഇവിടെ പറയുമ്പോൾ നല്ല കാശ് കിട്ടുന്ന ഒരു സംവിധാനമല്ലേ ഇതിന്? ഇപ്പോൾ ഒരു ബോട്ടിൽ നിങ്ങൾ 45 പേരുണ്ട്, അതുപോലെ എത്രയോ 45 പേര് ഇവിടെ വന്നു പോകുന്നുണ്ട് ഡെയിലി. അപ്പോൾ അതൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമല്ലേ സംഭവം? എല്ലാവർക്കും നിരാശയും അവർക്ക് നഷ്ടവും. അപ്പം ബോട്ടിംഗ് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ആവശ്യപ്പെടുന്നുണ്ട്. ഇവിടെ ഇനിയും വരുന്ന ടൂറിസത്തിനായിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പം ഇത് ശരിയാക്കുകയാണെങ്കിൽ എല്ലാവർക്കും. അപ്പോൾ ഇത് വീണ്ടും ബോട്ടിംഗ് തുടങ്ങിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വരുമോ നിങ്ങൾ? തീർച്ചയായിട്ടും വരും. തിരുവനന്തപുരം ജില്ലയിലെ വേളി ടൂറിസ്റ്റ് വില്ലേജ്, ഇവിടെ ദിനംപ്രതി എത്തുന്നത് 100 കണക്കിന് പേർ. എന്നാൽ ഇവിടെ എത്തുന്നവർക്ക് ബോട്ടിങ്ങിന് സൗകര്യമില്ല. ബോട്ടിംഗ് സവാരി നിലച്ചിട്ട് 1.5 മാസക്കാലമായി. എന്താണ് കാരണം? കുളവാഴ കയറി കായൽ നാശത്തിൻ്റെ വക്കിലാണ്. അധികൃതർ പറയുന്നത് ഇങ്ങനെ: വാട്ടർ അതോറിറ്റിയുടെ കനാൽ സെക്ഷനിലേക്ക് കുളവാഴ മാറ്റി ബോട്ടിംഗ് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ദിവസങ്ങളായി. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ആരാണ് ഇതിന് ഉത്തരവാദി? സർക്കാരിന് നഷ്ടപ്പെടുന്നത് ലക്ഷങ്ങളാണ്, പ്രത്യേകിച്ച് ഈ വെക്കേഷൻ സീസണിൽ. കണ്ണു തുറക്കൂ സർക്കാരെ.